ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു പുഡിങ് തയ്യാറാക്കാം. ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ചൈന ഗ്രാസോ ജലാറ്റിനോ മുട്ടയോ ഒന്നും ചേർക്കണ്ട. അതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. എന്നാലും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒഴിക്കേണ്ടത് വെള്ളമാണ്. അപ്പോൾ നമ്മൾ എത്രയാണോ പാലെടുക്കുന്നത് അത്ര തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ 2 കപ്പ് പാലിന് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാലിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു തവണ ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. അപ്പോൾ ഒരു പാല് തിളക്കുമ്പോഴത്തേക്കും ഞാനിവിടെ 1/2 കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ നെയ്ച്ചോറ് വെക്കുന്ന നേരിയ അരി. ഈ അരി ഒന്ന് കഴുകിയെടുത്തതാണ്. വെള്ളത്തിൽ കുതിർത്ത് വെക്കുമെന്ന് വേണ്ട, ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു തിളച്ച് വരുന്ന പാലിലേക്ക് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു പാലിൽ അരി നന്നായിട്ട് വെന്ത് വരണം. നമ്മുടെ അരി വെന്ത് വരുമ്പോഴത്തേക്ക് പാല് നന്നായിട്ട് വറ്റി വരും. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കാം. അരിയൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോറ് നന്നായിട്ട് വെന്ത് പാലെല്ലാം നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഈ പാല് വറ്റിയിട്ട് നമ്മുടെ ഈ ഒരു ചോറ് നന്നായിട്ട് കുറുകി വരണം. അപ്പോൾ പാൽ മുഴുവനും വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കുറുകി വന്ന ചോറിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്കെപ്പോഴും പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കേണ്ടതെന്നുണ്ടെങ്കിൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്താൽ മതി. ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിയെടുക്കുന്ന സമയത്ത് നമ്മുടെ ചോറ് വീണ്ടും കുറച്ചും കൂടി ലൂസായിട്ട് വരും. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്, ഞാനിവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഈ പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. ഈ അരിപ്പൊടി കട്ട കെട്ടാതെ നന്നായിട്ട് ഈ പാലിൽ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു മിക്സ് നമുക്ക് നമ്മുടെ ഈ ഒരു പുഡിങ്ങിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു അരിപ്പൊടിയാണ് നമ്മൾ പുഡിങ് നന്നായിട്ട് സെറ്റാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പാലിൽ മിക്സ് ചെയ്ത അരിപ്പൊടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പാൽ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും നമ്മുടെ ഈ ഒരു പുഡിങ് കുറച്ചും കൂടി ലൂസായിട്ടുണ്ടാവും. ഇനി ഒന്നും കൂടി നമ്മൾ ഇതിനെ കുറുക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കാരണം നമ്മളിപ്പം 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമാണ് ചേർത്തത്. അപ്പോൾ മധുരം കുറവായിരിക്കും. കാരണം എപ്പോഴും പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് മധുരം കുറച്ച് മുന്നിൽ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ തണുപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല കറക്റ്റ് മധുരത്തിൽ കിട്ടുകയുള്ളൂ. ഇപ്പം നമ്മുടെ ചോറ് വീണ്ടും നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ ചേർക്കുന്നത് റോസ് വാട്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ റോസ് വാട്ടർ ചേർക്കാം. അതല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അതും അല്ലെങ്കിൽ കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാം. എനിക്കൊരു റോസ് വാട്ടർ ചേർക്കുമ്പോഴാണ് കുറച്ച് നല്ല ടേസ്റ്റായിട്ട് തോന്നുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ റോസ് വാട്ടറാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ചേർത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഞാനിവിടെ 100 ഗ്രാം ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രഷ് ക്രീം ഒന്ന് ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്രഷ് ക്രീം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു പുഡിങ്ങിൻ്റെ ചൂടൊന്ന് കുറച്ച് കുറഞ്ഞതിന് ശേഷം നമ്മൾ എന്തിലാണോ പുഡിങ് ഒഴിച്ച് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചൂടൊന്ന് കുറച്ച് കുറഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ നന്നായിട്ട് ചൂട് പോയതിന് ശേഷം വേണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഐസ്ക്രീം ബൗളിലാണ് ഇത് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ചൂടോടുകൂടി ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ചൂട് മുഴുവനായിട്ട് പോകുന്ന സമയത്ത് തന്നെ ഈ ഒരു പുഡിങ് കുറച്ച് സെറ്റായിട്ട് വരും. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒരു 1-2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. ഇപ്പോൾ പുഡിങ്ങിൻ്റെ ചൂട് പോയതിന് ശേഷം ഞാനിവിടെ പുഡിങ് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പുഡിങ് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ ഒരു സെറ്റായി വന്ന പുഡിങ്ങിൻ്റെ മുകളിലേക്ക് കുറച്ച് പട്ട പൊടിച്ചതും കുറച്ച് ബദാം സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള റൈസ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. എപ്പോഴും പറയുന്നത് പോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.